ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ബെനഡിക്റ്റ് പ്രയർ നമ്മൾ ആരംഭിച്ച് ഇന്ന് 50 ദിവസം പൂർത്തിയാകുന്നു. ഈ 50-ാം ദിനം ഇന്ന് ഈ പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം 1 സാമുവേലിന്റെ പുസ്തകം 9-ാം അധ്യായം 2-ാം വചനമാണ്. കിഷിന്റെ പുത്രനായ സാവൂളിനെ കണ്ടുമുട്ടുന്നു. സാവൂളിനെ കുറിച്ച് ഇപ്രകാരമാണ് വചനം പറയുക: സാവൂളിനേക്കാൾ കോമളനായി ഇസ്രായേലിൽ ആരുമുണ്ടായിരുന്നില്ല, അവന്റെ തോളോടൊപ്പം ഉയരമുള്ള ആരും ഉണ്ടായിരുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ പലപ്പോഴും അവർക്ക് സ്വന്തം ശരീരത്തെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും പലവിധ ചിന്തകൾ, ചില കുറവുകൾ അവരെ വേദനിപ്പിക്കുന്നുണ്ടാവാം. അത് നിറത്തിന്റെ ആവാം, ആകാര ഭംഗിയുടെ ആവാം, എന്തുമായിക്കൊള്ളട്ടെ. അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന ശരീരത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാനും സാവൂളിന് ഉണ്ടായിരുന്ന ആ ഒരു തന്മയത്വം, ആ സൗന്ദര്യം നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് കർത്താവിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അത് നന്മയായി തീരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. 1 സാമുവേൽ 9:2 സാവൂളിനേക്കാൾ കോമളനായി ഇസ്രായേലിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾക്കും സാവൂളിന് അവിടുന്ന് പകർന്നു നൽകിയ സൗന്ദര്യം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കളുടെ ജീവിതത്തിൽ അവരുടെ സൗന്ദര്യത്തെയോ അവരുടെ നിറത്തെയോ ഓർത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ സങ്കടങ്ങളോ ഉണ്ടെങ്കിൽ ഈശോയെ, അത് അവിടുത്തെ കൃപയാൽ മാറ്റിക്കൊടുക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയ സൗന്ദര്യത്തിന്റെ വിശാലതയിൽ ജീവിക്കുവാനും കൃപയുടെ മക്കളാകുവാനും അനുഗ്രഹിക്കണമേ. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയോടുള്ള പ്രതിഷ്ഠാ ജപം ചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ. അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗ്ഗത്തിൽ എത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ.